ആകുലതയ്ക്ക് ഇരയാകാതെ ആശ്രയിക്കുവാൻ തയ്യാറാകണം. അങ്ങനെ ആശ്രയിക്കുകയാണെങ്കിൽ ആശ്രയം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ആശ്രയം നടപ്പിലാക്കുന്നത് വീട്ടിൽ മടങ്ങി വരുന്നു, വൈഫിനോട് പറയുന്നു എൻ്റെ ജോലി നഷ്ടമായി. സങ്കടത്തോടും നിരാശയോടും ഒക്കെ പറയുന്നത് അവസാനിപ്പിക്കുക. ധൈര്യത്തോടു കൂടെ പറയുക എൻ്റെ ജോലി നഷ്ടമായി. അപ്പോൾ ഭാര്യയ്ക്ക് ഒരു ഞെട്ടലായിരിക്കും പെട്ടെന്ന്. അപ്പോൾ ഭാര്യയെ ആശ്വസിപ്പിക്കണം. കുട്ടികൾ വന്നു, കുട്ടികളോടും കാര്യം പറയണം, എൻ്റെ ജോലി നഷ്ടമായി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഒരുമിച്ചിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. അന്നു മുതൽ നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടല്ലോ, രാവിലെയും വൈകുന്നേരവും ഒക്കെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. ആ പ്രാർത്ഥനയിലൂടെയും ഈ വചനങ്ങൾ മനനം ചെയ്യുന്നതിലൂടെയും വ്യക്തമാക്കുന്നത്, ഞാൻ ആകുലതയ്ക്ക് ഇരയാകുകയില്ല, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ പോകുകയാണ്, ഞാൻ യേശുവിൽ ആശ്രയിക്കുവാൻ പോകുന്നു. ആകുലതയിൽ നിന്ന് ആശ്രയത്തിലേക്ക് നീങ്ങുക.